കോമഡി സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ നല്ല കോമഡിയാണ്. ഇനി ഇതുവരെ വരാത്തൊരു കണ്ടൻറ്റാണ്. നമ്മുടെ കേരള, തമിഴ്നാട് ഏത് ലാംഗ്വേജ് എടുത്താലും ഇതുവരെ വരാത്തൊരു കണ്ടൻറ്റാണ്. നല്ല 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 ട്രൈ ആണ്. അഡൽട്ട് കോമഡിയാണ്. പക്ഷേ കുട്ടികൾ ഓഫ് കോഴ്സ് പറ്റില്ല. പക്ഷേ 18+ എല്ലാ ഫാമിലിയായിട്ട് കാണാൻ പറ്റിയൊരു നല്ല പടം. സർട്ടിഫിക്കറ്റാണ് പടം. 18 വയസ്സിന് മീതുള്ളവർക്കാണ് ഈ സിനിമ കാണാൻ പറയുന്നത്. ഒരു ആഗ്രഹവും പൂർത്തീകരിക്കാതെ ആരും ഈ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ലോകത്തുനിന്ന് വിട പറയുന്നില്ല എന്നാണ് ഈ പ്രമേയം പറയുന്നത്. ഇതിൽ സെക്സ് അല്ല പറയുന്നത്, അതിൻ്റെ അടുത്തുള്ള പ്രമേയം അങ്ങനെയാണ് കാണിക്കുന്നത്. സിനിമ കാണുമ്പോൾ അത് മനസ്സിലാവും. എല്ലാവർക്കും രസിച്ചിട്ട് തന്നെ ഈ സിനിമ കാണാൻ പറ്റും. എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ട്. എല്ലാം പൂർത്തീകരിച്ചിട്ടാണ് ഈ ലോകത്തുനിന്ന് പോകുന്നുള്ളതാണ് സിനിമ പറയുന്നത്. 18 വയസ്സിന് മീതിയുള്ളവരാണ് ഈ സിനിമ കാണുന്നത്. അത് സർട്ടിഫിക്കറ്റ് ഉള്ളപ്പോൾ അത് പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷേ വേറെ സെക്ഷൽസ് അങ്ങനത്തെ ഒരു സിനിമയല്ല അത്. പ്രമേയം ഇതാണ് പറയുന്നത്. പ്രായമായിട്ടുള്ള ആളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹങ്ങൾ കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ട് പോകുമ്പോൾ നല്ല എൻഡിങ്ങിലാണ് പോകുന്നത്. കോമഡി അതാ പറഞ്ഞത്. ഇതൊരു ദ്വയാർത്ഥമായിട്ട് കേൾക്കുന്നവർക്ക് തോന്നും അത് ദ്വയാർത്ഥമാണ്. പക്ഷെ പറയുന്ന കാര്യങ്ങൾ രസമായിട്ടാണ് വന്നിരിക്കുന്നത്. തമിഴാണ്, ഇംഗ്ലീഷ് സബ് ടൈറ്റിലുണ്ട്. അതുകൊണ്ട് രസമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ആസ്വദിക്കാവുന്ന ഒരു സിനിമയാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന അങ്ങനെയൊന്നും അല്ല പ്രമേയം. നാട്ടിൽ നടക്കുന്നതല്ല, ഓരോ വ്യക്തികളുടെ ലോകത്തുണ്ടാവുന്ന ഓരോ വ്യക്തികളുടെ ഓരോ ആഗ്രഹങ്ങളുണ്ട്. അത് പല രീതിയിലാണ് പറയാറ്. ചിലപ്പോൾ അത് ഗോസ്റ്റായിട്ട് വന്നിട്ടുള്ള പല കാര്യങ്ങൾ. ഇതൊന്നുമല്ല. മരിച്ചു കഴിഞ്ഞിട്ട് ഡെഡ് ബോഡി ദഹിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് കണ്ടുകൊണ്ടിരിക്കുക, അത് എടുക്കുന്നതിന് മുമ്പ് നടക്കുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ പ്രമേയം. പ്രമേയത്തിൻ്റെ ആശയം പുറത്തു വിടുന്നില്ല, അത് പടം കണ്ട് മനസ്സിലാക്കട്ടെ. പക്ഷേ ഓരോ വ്യക്തികളിലും വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളും ആൾക്കാരും സിനിമ പറയുന്നുണ്ട് എന്താണെന്നുള്ളത്. അത് നമുക്ക് ചിരിച്ചിട്ടാണ് പടം കാണുന്നത്. പടം കാണുമ്പോൾ അറിയാം. വളരെ രസകരമായിട്ട് എടുത്തിട്ടുണ്ട് സിനിമ. എല്ലാ ആൾക്കാർക്കും വളരെയധികം ആസ്വദിക്കാം ഈ സിനിമ. എന്തായാലും വളരെ രസിക്കും. എന്തായാലും സിനിമ പറയട്ടെ, ആൾക്കാർ കണ്ടിട്ട് സിനിമ പറയട്ടെ. എന്താണ് നല്ല പടമായിരുന്നു, നല്ലതായിട്ട് ചിരിക്കാനുള്ള പടമായിരുന്നു. പടം റിസോർട്ട് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഫാമിലിയായിട്ട് കണ്ടിരിക്കാൻ പറ്റും. ഒരു ഫീൽ ഗുഡ് പടമാണ്. എൻ്റെ പ്രമേയം നല്ല അടിപൊളിയാണ്. അവസാനം ഒരു ക്ലൈമാക്സ് എത്തിക്കുന്ന രീതിയായാലും അത്ര നേരം ഒരു ഉദ്വേഗതയുണ്ട്. നമുക്കിങ്ങനെ ഇവിടത്തും ഇതിങ്ങനെ റിവീൽ ആകപ്പെടുമോ ആ ഒരു പേടിയും കാര്യങ്ങളും നമ്മൾ വരുന്നുണ്ട്. പക്ഷെ അവസാനം വരുമ്പോഴത്തേക്കും നല്ല എൻഡിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ തന്നെ എല്ലാവരും പെർഫോമൻസ് ഒക്കെ ആയാലും നല്ല ഡയറക്ഷനുണ്ട്. നല്ലൊരു എക്സിക്യൂട്ട് ചെയ്ത പടമാണ്. അത് കൊള്ളാം. അതെ, കണ്ടന്റ് മീൻസ് അതിൻ്റെ ഒരു ബേസിക് കണ്ടന്റ് അതാണ് പറഞ്ഞു പോകുന്നത്. പക്ഷെ അത് പറഞ്ഞു പറഞ്ഞ അവസാനത്തേക്ക് വരുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു എല്ലാവർക്കും രസിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ എടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഭയങ്കര മോശത്തിലൂടെ ഒന്നും പോയിട്ടൊന്നുമില്ല. അതെ അതെ, പക്ക തിയേറ്റർ വാച്ച് തന്നെയാണ്. നല്ല തിയേറ്റർ വാച്ച് തന്നെയായിരുന്നു. നല്ലതായിരുന്നു. നല്ല ഇപ്പം നിഹാരികയായാലും നമ്മുടെ വൈഭവ്, അങ്ങനെ കുറേ പേരാണ്, സുനിൽ റെഡ്ഡി, അങ്ങനെ കുറേ പേര് എല്ലാവരും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊള്ളാം. ഇമോഷണൽ സീൻസ് ഒക്കെ ആയാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സ് ആണെങ്കിലും അവസാനം വരെ നമുക്ക് എന്താണ് കണ്ടിരിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ വന്ന് കണ്ടു, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പടം കണ്ട് ചിരിച്ചിറങ്ങി പോകാൻ പറ്റുന്നൊരു പടം തന്നെയാണ്. പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ എന്താണ് ഒരു മരണം ബേസ് ചെയ്തിട്ടാണ് ഈ പടം പോകുന്നത്. പക്ഷേ ഒരു മരണ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം അത്യാവശ്യം നല്ല കോമഡി എല്ലാം വർക്കൗട്ട് ആയിരുന്നു. പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരും അടിപൊളിയായിരുന്നു. ഒരു കോമഡിയാണ്. കാരണം നമുക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ വന്നിട്ട് ചിരിക്കാൻ പറ്റുന്ന ഒരു പടമായിട്ട് തന്നെയാണ് തോന്നിയത്. പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. കാരണം ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോഴും അവരുടെ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അവർ വിടാതെ തന്നെ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്താണ് പിന്നെ അത്യാവശ്യം ചിരിക്കാം, എല്ലാം കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടമാണ്. ഫാമിലിയായിട്ട് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്നൊരു പടമാണ്. ഒരു മരണം റിലേറ്റ് ചെയ്തൊരു ഫിലിമാണ്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ അതിൽ തന്നെ നമ്മൾ മരണത്തിൽ നോക്കി നമ്മൾ ചിരിക്കുകയാണ് ചെയ്യുന്നത്. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടാണ് റിലേറ്റ് ചെയ്തത്. കാരണം എന്താ പറയുക, 100%-ൽ 90% ചിരിയും 10% ഇമോഷണലുമാണ്. അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് മീറ്റിലാണ് ചെയ്തത്. പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു പടം. അതർക്ക് സർട്ടിഫിക്കറ്റ് ആകുന്നത് തിയേറ്റർ വരാതിരിക്കുന്നത്. ഇത് അങ്ങനെ ഒരു കണ്ടന്റ് ആയതുകൊണ്ട് മാത്രമാണ് സർട്ടിഫിക്കറ്റ് ആയിപ്പോയത്. അല്ലാതെ പക്ക എൻ്റർടൈനറാണ്. ചിരിച്ചിറങ്ങാൻ പറ്റുന്ന നല്ലൊരു പടമാണ്.